വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ എന്താണ് ഈ നിമിഷത്തിൽ പറയാൻ സഹായിച്ചവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വലിയ സന്തോഷമാണ്. കാരണം വലിയ മലയാളികളുടെ വലിയ പ്രതികരണമായിരുന്നു. എല്ലാവർക്കും നന്ദി ഈ ഒരു നിമിഷം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ജീവിതത്തിൽ? എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബാക്കി വീട്ടിൽ നിന്ന് പ്രമോട്ട വലിയൊരു 20 വർഷം അദ്ദേഹം എല്ലാവരോടും നന്ദി പറയുകയാണ്. എല്ലാ ആളുകളോടും നന്ദി പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എത്രയും വേഗം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും വേഗത്തിൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം തിരൂരങ്ങാടി MLA PMA സമീറിന്റെ വാഹനത്തിൽ അദ്ദേഹം ജന്മനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരോടും സന്തോഷവും എല്ലാവരോടും നന്ദിയും ഉണ്ടെന്ന് നിറഞ്ഞ കണ്ണുകളോടെ റഹീം പറയുകയാണ്. കാരണം അത്രയേറെ നീണ്ട ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകുന്നു. അതുകൊണ്ട് ഇനി വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്ന് വിശദമായി മാധ്യമങ്ങൾ കാണാമെന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഉമ്മയെ എത്രയും വേഗം, ഇനിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെത്തിയതിനു ശേഷമുള്ള, അതുകൊണ്ട് എത്രയും വേഗം ഉമ്മയെ കാണുക എന്നുള്ളത് തന്നെയാണ് അതിനാണ് പ്രയോറിറ്റി നൽകുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഉമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. റഹീം ഇതാ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ പോകണം. ഉമ്മയെ തനിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കണ്ണീരോടെ കാത്തിരുന്ന റഹീമിനെ ഉമ്മയെ റഹീമിന് ഒന്ന് കെട്ടിപ്പിടിക്കണം, പൊട്ടിക്കരയണം. കാരണം അത്രയേറെ അനുഭവ തീക്ഷ്ണതയോട് കൂടി, അല്ലെങ്കിൽ അനുഭവങ്ങൾ പേറിക്കൊണ്ടാണ് റഹീം എല്ലാ പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി ജന്മനാട്ടിലേക്ക് തിരിക്കുകയാണ്. എത്രയും വേഗം അവിടെ എത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ എത്തിയവരും സഹായ സമിതി ഭാരവാഹികളൊക്കെ അത് തന്നെയാണ്. എത്രയും വേഗം അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് റഹീമുമായി കരിപ്പൂർ വിമാനത്താവളം പുറത്തേക്ക് പോകും. ജംഷീർ, അപ്പോൾ അതാ റഹീം ഇതാ നാട്ടിലെത്തിയിരിക്കുന്നു, ജന്മനാട്ടിലെത്തിയിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 20 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ണീരണിഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ സന്തോഷമുണ്ട്. ഇത്രയും കാലം ഈ നാടിനെ അദ്ദേഹം ഒരുപക്ഷെ മിസ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സങ്കടവും സന്തോഷവും അങ്ങനെ ഒരു സമ്മിശ്ര വികാരങ്ങളോട് കൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് എത്തിയത്. എല്ലാവർക്കും നന്ദി എന്ന് പറയുമ്പോഴൊക്കെ അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്നത് കണ്ടതാണ്. അപ്പോൾ കാത്തിരിക്കുന്ന നാട്ടിലേക്ക്, നാട്ടുകാരുടെ വീട്ടിലേക്ക് അദ്ദേഹം യാത്രയാവുകയാണ്. തിരൂരങ്ങാടി MLA PMA സമീറിന്റെ വാഹനത്തിൽ അദ്ദേഹം കയറിയത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിക്കും. അവിടെ കാത്തിരിക്കുന്ന ഉമ്മയുണ്ട്. ഒരുപാട് വർഷങ്ങളുടെ 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ്. അപ്പോൾ അവരെ കാണണം, ആ വീട്ടിലേക്ക് എത്തണം. അവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചു കാണില്ല. എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാതെ അന്ന് ആ യാത്രയ്ക്കൊടുവിൽ 20 വർഷം നീണ്ട ഒരുപാട് അനുഭവങ്ങൾക്കൊടുവിൽ ഇതാ ഇപ്പോൾ റഹീം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. കാരണം അത്രയധികം അനിശ്ചിതത്വം നിറഞ്ഞ ഒരുപാട് സംഭവവികാസങ്ങൾക്കൊടുവിലാണ് റഹീം നാട്ടിലേക്ക് എത്തുന്നത്. എല്ലാവർക്കും നന്ദി എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ. ഓരോരുത്തരെയായി കൈവീശി കാണിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, അത് വാക്കുകളിൽ പറയാതെ അദ്ദേഹം ആ ഒരു മുഖഭാവങ്ങളിലൂടെയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇനി കാത്തിരിക്കുന്ന വീട്ടിലേക്കാണ്. അവിടെ ഉമ്മയുണ്ട്. വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. ഓരോ തവണയും അബ്ദുൾ റഹീം എന്ന വ്യക്തിയെപ്പറ്റി ചോദിക്കുമ്പോൾ ആ ഉമ്മ കരച്ചിലോടെ അല്ലാതെ, തേങ്ങലോടെ അല്ലാതെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷം തന്നെയാണ് വീട്ടിൽ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റഹീമിന്റെ വീട്ടിലേക്ക് കൂടെ നമുക്ക് പോകേണ്ടതുണ്ട്.